ഈ നല്ല സമയത്തിനായി ദൈവത്തിന് മഹത്വം. ദൈവജനത്തെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്റ്റഡി നമുക്ക് കേൾക്കുന്ന നിങ്ങൾക്കും സംസാരിക്കുന്ന എനിക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശിക്കുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ ഒന്ന് തെസ്സലോനിക്ക ലേഖനമാണ് നാം ചിന്തിച്ചു വരുന്നത്. 1ഉം 2ഉം അധ്യായം നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. 3-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം അധ്യായം ഒരാൾക്ക് വായിക്കാം. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്കും 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മറ്റൊരാൾക്കും ശബ്ദത്തിൽ വായിക്കാം. ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുമ്പുകൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ച് എന്ന് നിങ്ങൾ അറിയുന്നു. ഇത് നിമിത്തം എനിക്കൊട്ടും സഹിച്ചു കൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. ഇപ്പോഴോ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്ന് ഞങ്ങളോട് സദ്വർത്തമാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. Next verse. Someone else. മതി. താങ്ക് യു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം 1ഉം 2ഉം അധ്യായം ചിന്തിച്ചു. അതൊന്ന് റീക്യാപ്പ് ചെയ്ത് നമ്മുടെ ആ ഓർമ്മയൊന്ന് പുതുക്കിയതിന് ശേഷം 3-ാം അധ്യായത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2 ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചതിൽ നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഏതെങ്കിലും വാക്യങ്ങളോ ഭാഗങ്ങളോ ഉണ്ടോ? എനിത്തിങ് ദാറ്റ് റിയലി കമ്മിങ് ടു യുവർ മൈൻഡ്? വിശ്വാസത്തിന്റെ വേല, സ്നേഹത്തിന്റെ പ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. ഓക്കെ, എനിത്തിങ് എൽസ്? ഓക്കെ, സിസ്റ്റർ സൂസൻ വാണ്ട് ടു സേ സംതിങ്? യാ, ഓക്കെ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അതങ്ങ് ഏറ്റവും നമ്മൾ ടച്ച് അപ്പോൺ ചെയ്ത പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്ത് മുമ്പോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ പശ്ചാത്തലം ഒരുപക്ഷെ നമുക്ക് നന്നായിട്ട് ഓൾറെഡി അത് ഹൃദ്യസ്ഥമായി കഴിഞ്ഞു എന്ന് എങ്കിലും ഞാൻ അതിലേക്ക് ഒന്നുകൂടെ വരികയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ 2ാമത്തെ യാത്രയിലാണ് തെസ്സലോനിക്കയിലേക്ക് കടന്നു പോകുന്നത്. യൂറോപ്പിൽ ആദ്യമായി കാലുകുത്തുന്നത് ഫിലിപ്പിയിലായിരുന്നു. അവിടെ നിന്ന് ഹി മൂവ് ടുവേഴ്സ് ദ നോർത്ത്, തെസ്സലോനിക്ക ചെല്ലുന്നു. അവിടെ ഏതാനും ആഴ്ചകളിൽ അവിടെ പ്രവർത്തിക്കുന്നു, ഒരു സഭയ്ക്ക് രൂപം കൊടുക്കുന്നു. എന്നാൽ യഹൂദന്മാരിൽ നിന്നും സ്വദേശികളായ ആളുകളിൽ നിന്നും ജാതികളായ ആളുകളിൽ നിന്നും വളരെ എതിർപ്പ് ഉണ്ടാകുന്നു. അവിടെ നിന്ന് പൗലോസും ശിലാസും തിമോത്തിയോസും ലൂക്കോസും മറ്റും അവിടെ നിന്ന് എവിടേക്ക് പോകുന്നു? ബെറോവയിലേക്ക് പോകുന്നു. ബെറോവയിൽ നിന്ന് ഏഥൻസിലേക്ക് പോകുന്നു. ഏഥൻസിൽ നിന്ന് പിന്നെ കൊരിന്തിലേക്ക് കയറി പോകുന്നു. അപ്പോൾ അവിടെ ഓർക്കേണ്ട കാര്യം, തെസ്സലോനിക്കയിൽ പൗലോസിന്റെ ശുശ്രൂഷ യാത്രകളിൽ, മിഷണറി യാത്രകളിൽ ഏറ്റവും അധികം പെർസിക്യൂഷൻ പ്രതികൂലം നേരിട്ട 2 ഇടങ്ങളായിരുന്നു. ഒന്ന് തെസ്സലോനിക്ക. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്ലേസ്. എല്ലായിടത്തും പ്രശ്നം ഉണ്ടായിരുന്നു, ബട്ട് ദിസ് ഈസ് ദ മോസ്റ്റ് പ്രൊമിനന്റ് പ്ലേസ് വെർ ഹി വെന്റ് ത്രൂ എ റിയൽ ഹാർഡ് ടൈം. അതിനുശേഷം സെക്കൻഡ് പ്ലേസ് ആണ് എഫേസോസ്.
അപ്പോൾ അങ്ങനെ തെസ്സലോനിക്കയിൽ വളരെയധികം ശക്തമായ ഒരു പ്രതികൂലം ഉണ്ടാകുന്നു. അവിടെ തനിക്ക് നിൽക്കുവാൻ കഴിയാതെ, ഇനി ഇത് മറക്കരുത് കേട്ടോ, because this is very significant and that background really matters in our study forward. അപ്പോൾ അങ്ങനെ ബെറോവിലേക്ക് ചെല്ലുന്നു. അവിടെയും എന്ത് ചെയ്യുന്നു, തെസ്സലോനിക്കയിലുള്ള യഹൂദന്മാർ തന്നെ ബെറോവിൽ ചെന്ന് അവിടെയും തന്നെ വേട്ടയാടുന്നു. അവിടെ തനിക്ക് തുടരുവാൻ കഴിഞ്ഞില്ല. ബെറോവിലുള്ള വിശുദ്ധന്മാർ തന്നെ ഏഥൻസിലേക്ക് യാത്ര അയക്കുന്നു. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, തിമോത്തിയോസും ശീലാസിനെയും ഏഥൻസിൽ വെച്ച് പൗലോസ് തെസ്സലോനിക്കയിലേക്ക് പറഞ്ഞയക്കുന്നു. അയച്ച് തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാരെ ചെന്ന് കാണുകയും അവരുടെ വാർത്ത അറിയുകയും ചെന്ന് മടങ്ങി വരണം എന്ന് ആവശ്യപ്പെട്ട് ഏഥൻസിൽ നിന്ന് കപ്പൽ കയറി കൊരിന്തിലേക്ക് പോകുന്നു. അങ്ങനെ കൊരിന്തിൽ താൻ അക്വിലാസും പ്രിസ്കില്ലയുമായി കർത്താവിന്റെ വേല ചെയ്യുമ്പോഴാണ് തുടക്ക സമയത്ത് ശീലാസും തിമോത്തിയോസും തെസ്സലോനിക്കയിൽ കടന്നു ചെന്ന് അവിടെയുള്ള ആളുകളുടെ ക്ഷേമ വിവരം അറിഞ്ഞ് എന്ത് ചെയ്യുന്നു, യാത്ര ചെയ്ത് കൊരിന്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ അങ്ങനെ തിമോത്തിയോസിൽ നിന്നും ശീലാസിൽ നിന്നും തെസ്സലോനിക്കയുള്ള ജനത്തിന്റെ ഇൻഫർമേഷൻ, അവിടെയുള്ള ജനം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആർക്ക് ലഭിക്കുന്നു, പൗലോസിന് ലഭിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ആ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം എഴുതി അയക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് പൗലോസ് തിമോത്തിയോസിൽ നിന്നും സൈലസിൽ നിന്നും കിട്ടിയ, തെസ്സലോനിക്ക സഭയിൽ നിന്ന് കിട്ടിയ ആ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ തനിക്ക് സന്തോഷിക്കാൻ ഒത്തിരി വകയുണ്ടായിരുന്നു. അപ്പോൾ തന്നെ തനിക്ക് ചില കൺസേൺസ് ഉണ്ടായിരുന്നു, ചില വെറീസ് ഉണ്ടായിരുന്നു, ചില കറക്ഷൻസ് ഉണ്ടായിരുന്നു, ചില ഉപദേശങ്ങൾ കൈമാറേണ്ടതുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം എഴുതി തെസ്സലോനിക്ക സഭയ്ക്ക് അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നാം അധ്യായത്തിൽ നാം കണ്ടു, അതിന് സല്യൂട്ടേഷൻ ഉണ്ട്, അവരെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ആ സഭയ്ക്ക് വേണ്ടി അത് പൗലോസിന്റെ ഒരു പാറ്റേൺ കൂടി ആയിരുന്നു. തന്റെ സ്ഥലത്ത് ചെന്നാൽ സഭ സ്ഥാപിച്ചാൽ നിരന്തരമായി വിത്തൗട്ട് എനി ഒരു തടസ്സം കൂടാതെ, വിഘ്നം കൂടാതെ നിരന്തരമായി സഭയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. എന്തിനെ ഓർത്താണ് തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? വളരെ സ്പെസിഫിക് ആയി നാം കണ്ടു. ഇവിടെ ബ്രദർ പറയുണ്ടായല്ലോ, അവിടെ ആ സഭയുടെ വിശ്വാസത്തിന്റെ വേല, സ്നേഹത്തിന്റെ പ്രയത്നം, പിന്നെ പ്രത്യാശയുടെ സ്ഥിരത, ഇതോർത്താണ് പ്രത്യേകമായി ദൈവത്തെ സ്തുതിക്കുന്നത്. അങ്ങനെ താഴേക്ക് വരുമ്പോൾ പിന്നെ നാം സ്ട്രൈക്കിംഗ് ആയ ചില പ്രയോഗങ്ങളെ പരിശോധിച്ചു. ഞങ്ങളുടെ സുവിശേഷം എന്ന പദം, അവിടെ അത് പൗലോസിന്റെ സുവിശേഷം താൻ പേഴ്സണലൈസ് ചെയ്യുന്നതായി നാം പഠിച്ചു. അത് വലിയൊരു പാഠമാണ്. യേശു കർത്താവിന്റെ സുവിശേഷം അത് ദൈവസഭയ്ക്ക് കൈമാറി ദൈവസഭയുടെ ദൗത്യമാകുമ്പോൾ തന്നെ പൗലോസ് അത് സ്വന്തമാക്കി തീർക്കുന്നു. ദാറ്റ്സ് എ ഗ്രേറ്റ് ലേണിംഗ്, എ ലെസൺ ഫോർ ഈച്ച് ഓഫ് us. മൂവിംഗ് ഓൺ. പിന്നീട് നാം അങ്ങനെ കണ്ടു. പിന്നീട് നാം വരുമ്പോൾ 6-ാം വാക്യം, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായത് ഏത് കഷ്ടത്തിലും നമുക്ക് ഉറച്ചു നിൽക്കുവാൻ, മുമ്പോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവാണ് ശക്തി നൽകുന്നത്. അതിനുശേഷം നാം കണ്ട ഒരു സ്ട്രൈക്കിംഗ് ഒരു കമന്റേഷനാണ് സിസ്റ്റർ സൂസൻ ഇപ്പോൾ പറഞ്ഞത്. അവിടെ തെസ്സലോനിക്ക സഭയിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു ചെന്നു എന്ന് 5-ാം വാക്യത്തിൽ കാണുന്നു. എന്നാൽ അവിടെ ആ വചനം കടന്നു ചെന്ന വചനം, ആ ദേശത്തേക്ക്, ആ സഭയിലേക്ക് കടന്നു ചെന്ന വചനം അവിടെ സ്റ്റാഗ്നന്റ് ആയി നിൽക്കാതെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, 7-8 വരുമ്പോൾ എന്ത് ചെയ്യുന്നു, 8-ാം വാക്യം, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം എന്ത് ചെയ്യുന്നു, മുഴങ്ങി ചെല്ലുന്നു. സോ ദ വേർഡ് ദാറ്റ് ദേ റിസീവ്ഡ്, ദ വേർഡ് ദേ ഹേർഡ് ഈസ് കൈൻഡ് ഓഫ് റീസൗണ്ടിങ്. ആ ശബ്ദം അവിടെ ദേശത്ത് മുഴങ്ങുക മാത്രമല്ല, അടുത്ത വാക്യമാണ് അവരുടെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. സോ വേർഡ് ഹാസ് manifold application. The word comes to our life. It shouldn't stagnate there. It has to activate and react and be creative, and it has to be declared and be proclaimed and to be moved on. ഇന്ന് നാം പരിശോധിക്കുകയുണ്ടായി. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ട്രൈക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കാണുന്നു. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് എന്ത് ചെയ്യില്ല, വ്യർത്ഥമായില്ല. ഇത് പിന്നീട് 3-ാം അധ്യായം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. തെസ്സലോനിക്കയിൽ ഇത്രമധികം പ്രശ്നമുള്ള, പ്രതികൂലമുള്ള, എതിർപ്പുള്ള ഒരു സ്ഥലത്ത് ചെന്നു എന്ന് വരികിലും, പ്രതികൂലമുണ്ടായി എന്ന് വരികിലും, ഞങ്ങളുടെ യാത്ര, ഞങ്ങളുടെ അധ്വാനം, ഞങ്ങളുടെ ഉറപ്പിളപ്പ്, കഷ്ടത, അത് ഇറ്റ് വാസ് ഇൻ വെയിൻ. ഇറ്റ് ഹാസ് ഗോഡ് ഹാഡ് എ പർപ്പസ് and God has prospered the work. എന്നാൽ ഗലാത്യ സഭയെ കുറിച്ച് ഞാൻ പഠിച്ചു. അവിടെയുള്ള സഭയ്ക്ക് എന്ത് സംഭവിച്ചു?
We are coming to that, later on. Okay, we'll come to that later on. Okay, moving on. പിന്നെ 5-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ വരുമ്പോൾ പൗലോസ് തന്റെ ഹൃദയത്തെ തന്റെ ലൈഫിനെ, തന്റെ ടെസ്റ്റിമണിയെ ഓപ്പൺ ചെയ്യുകയാണ്. അത് പൗലോസിന്റെ ഒരു പാറ്റേൺ കൂടിയായിരുന്നു. എല്ലായിടത്തും തന്റെ സഭകളിൽ വലിയ എതിർപ്പുകൾ തനിക്ക് നേരിടേണ്ടി വന്നു. It's not that it was very easy. Wherever he went, even the churches he went. കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ കൊരിന്ത്യ ലേഖനത്തിലും great number of pages, portions, he is kind of trying to prove himself, not prove himself, തന്നെ തന്റെ നിഷ്കളങ്കത, തന്റെ ദൈവിക നിയോഗത്തെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച്, ആധികാരികതയെക്കുറിച്ച്, അപ്പോസ്തലത്തെക്കുറിച്ച്, പൈതൃകത്തെക്കുറിച്ചൊക്കെ താൻ തെളിയിക്കേണ്ട സാഹചര്യം പോലും വന്നു. കാരണം താൻ സ്ഥാപിച്ച താൻ പിതാവായ കൊരിന്ത്യ സഭയിൽ പോലും തനിക്ക് വലിയ എതിർപ്പുകൾ നേരിട്ടു. അപ്പോൾ ഇവിടെയും താൻ പറയുന്നു തന്റെ ഹൃദയത്തെ തുറന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം സ്ട്രൈക്കിംഗ് ആയി ഞാൻ പറഞ്ഞു, എവിടെ ചെന്നാലും തനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. തൻ്റെ ജീവിത വിശുദ്ധി താൻ എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു. അതായിരുന്നു തൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും കാതലായ ബേസായ സത്യം എന്ന് നാം പരിശോധിച്ചു. അതിനുശേഷം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്ട്രൈക്കിംഗ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചു. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കുക, നിങ്ങൾ അത് വ്യാപരിച്ചു. 3 കാര്യം. 1, ദൈവവചനം നിങ്ങൾ കേട്ടു. 2, അത് കൈക്കൊണ്ടു. 3, വ്യാപരിക്കുന്നു. കേട്ടു, കൈക്കൊണ്ടു, വ്യാപരിക്കുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ അത് ദൈവവചനമായതുകൊണ്ട് അത് അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണമോ? സാക്ഷാൽ ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ. അത് എത്ര സുന്ദരമായ പദപ്രയോഗം അല്ലേ? ദൈവവചനം കേട്ടു, അത് സാക്ഷാൽ ആകുന്നത് പോലെ. അതിൻ്റെ അകത്തൊരു എംഫാറ്റിക് സ്റ്റേറ്റ്മെന്റ്. ദൈവവചനം അതെന്താണ്? സാക്ഷാൽ ദൈവവചനമാകുന്നത് പോലെ. It has an authority, it has power, it has a potential, it has everything that it takes to transform people, transform the world, bring God's purpose to humanity. ദൈവവചനം അതിൻ്റെതായ ശക്തിയുണ്ട്, അത് ക്രിയാത്മകമാണ്, ട്രാൻസ്ഫോമിംഗ് ആണ് എന്നവിടെ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പങ്കുവച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, അത് നിങ്ങൾ സ്വീകരിച്ചു, അത് നിങ്ങളിൽ വ്യാപരിക്കുന്നു. ഇതാണ് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത്. 3-ാം അധ്യായത്തിൽ ഓടി വരാം. 3-ാം അധ്യായത്തിലേക്ക് വരും. വീണ്ടും ഈ ലേഖനത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് താൻ വീണ്ടും അവിടെ എന്ത് ചെയ്യുക? റിട്രേറ്റ് ചെയ്യുക. He was re-emphasizing, reiterating the purpose behind this letter. ഒന്ന് വായിക്കാമോ? അത് നോക്കിക്കേ, നമ്മൾ നേരത്തെ കണ്ട ഇതിന്റെ പശ്ചാത്തലത്തിന്റെ ഭാഗമായിരുന്നത്, ഇതിന്റെ ഹിസ്റ്ററിയുടെ ഭാഗമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് തന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്ന് കടക്കുകയാണ്. അപ്പൊ നമുക്കറിയാമല്ലോ, തെസ്സലോനിക്കയിൽ നിന്ന് ബെരോവിലേക്ക് പോകുന്നു. ബെരോവിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു? പൗലോസ്, ശിലാസ്, തിമോത്തിയോസ്, ബേസിക്കലി ലൂക്കോസും കൂടി ഉണ്ടായിരുന്നു, മറ്റു ചിലരുണ്ടായിരുന്നു. അവർ അവിടെ ബെരോവിലും യഹൂദന്മാർ വന്ന് തടസ്സപ്പെടുത്തി, ശല്യപ്പെടുത്തി. അവിടെ അടുത്ത പോയിന്റ് എവിടെയാണ്? ഏതൻസിലേക്ക് പോകുന്നു. അവിടെ ഇരിക്കുമ്പോൾ പൗലോസിന്റെ മനസ്സിൽ he was so disturbed. You know why? എന്താ കാരണം? എന്താ? സിമ്പിൾ റീസൺ. സിമ്പിൾ റീസൺ. കാരണം പൗലോസ് അവിടുന്ന് തെസ്സലോനിക്കയിൽ നിന്ന് യാത്രയയപ്പ് കൊടുത്ത് വന്നൊന്നുമല്ല. പിന്നെ എങ്ങനെയാ അവിടെ നിന്ന് ഓടിച്ചു പ്രാണരക്ഷാർത്ഥം ആ സഹോദരങ്ങള് എന്ത് ചെയ്യുന്നു? അവിടുന്ന് ഇറക്കി വിട്ട് രാത്രിയിൽ രക്ഷപ്പെട്ടു വരികയാണ്. ഇത് ഓർക്കുമ്പോൾ അപ്പോൾ അവിടെയുള്ള ജനം ന്യൂ ചർച്ച്, ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പറയാനുണ്ട്. ഒരു ചർച്ച് എന്ന് വിളിക്കാനുള്ള ആ ഒരു എന്താ പറയുന്നേ,
ഇവിടെ പറയുന്നത് 3 ശബത്ത് പ്രസംഗിച്ചാ പറയുന്നത്. തെസ്സലോനിക്കയിലെ സഭയെ കുറിച്ച് പറയുന്നത് 3 ശബത്ത് 3 ആഴ്ച പ്രസംഗിച്ചെന്നാ പറയുന്നത്. 3 ആഴ്ച കൊണ്ട് സഭ ഒരിക്കലും ആരും കാലുകുത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് പോയി 3 ആഴ്ച പ്രസംഗിച്ചാൽ എങ്ങനെയാണ് സഭ രൂപീകരിക്കുന്നത്? സഭ രൂപീകരിക്കുക മാത്രമല്ല, അവിടെ മൂപ്പന്മാരെ ആക്കി വെച്ചു. അവർക്ക് അവിടെ മുമ്പോട്ട് പോകാൻ ഒരു ലേഖനങ്ങളൊന്നും കയ്യിലില്ല. എങ്ങനെയാണ് സഭയെന്ന് നമുക്ക് വിശേഷിക്കാൻ സാധിക്കുന്നത്? അങ്ങനെയുള്ള സ്ഥലത്ത് അതൊക്കെ ഒത്തിരി നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളാണ്. എന്നാൽ അവിടെ ആ ഒരു സ്ഥലത്ത് കുറിച്ച് ഓർക്കുമ്പോൾ പൗലോസിന് ഡിസ്റ്റർബ് ആകാതിരിക്കുമോ? ജസ്റ്റ് ഇമാജിൻ, അങ്ങനെ അത്രമാത്രം പ്രതികൂലം നേരിട്ട് പുതിയ വിശ്വാസികളാണ്. വിശ്വാസികൾ എന്ന് പറയത്തക്ക ഒരു ക്വാളിഫിക്കേഷൻ പോലും നമുക്ക് ക്രൈറ്റീരിയ പോലും വെക്കാത്ത സാധാരണക്കാരെ ആളുകൾ, അവരെ ഓർക്കുമ്പോൾ തന്റെ മനസ്സിന് വല്ലാതെ വ്യഥ. എന്നിട്ട് എന്ത്? അതുകൊണ്ടാണ് പൗലോസ് അഥവാനിരിക്കുമ്പോൾ തിമോത്തിയോസിനും ശിലാസിനോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോയി അവിടെ ചെന്ന് അവിടെയുള്ള ആളുകളുടെ വിവരമായിട്ട് എത്രയും വേഗം എൻ്റെ അടുക്കലേക്ക് വരണം. അപ്പോഴേക്കും പൗലോസ് ഏഥൻസിൽ തുടർന്നില്ല. ഹി മൂവ്ഡ് ഓൺ ടു കൊരിന്ത്. ഓക്കെ, നിങ്ങൾ എത്രയും വേഗം മടങ്ങി വരണം എന്നുള്ള കൽപ്പന കൊടുത്ത് തിമോത്തിയോസിനെയും ശിലാസിനെയും തെസ്സലോനിക്കയിലേക്ക് അയക്കുന്നു. ആ റിപ്പോർട്ടുമായി എവിടെ വരുന്നു? കൊരിന്തിൽ വരുന്നു. ആ റിപ്പോർട്ടാണ് ഇവിടെ പറയുന്നത്. ആകയാൽ സഹിച്ചുകൂടാഞ്ഞ് അഥേനയിൽ വെച്ച് തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിൽ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകൻ തിമോത്തിയോസിനെ അയച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? തിമോത്തിയോസിനെ അയക്കുന്നു. എന്തിനാണ് തിമോത്തിയോസിനെ തെസ്സലോനിക്കയിലേക്ക് അയക്കുന്നത്? കൃത്യമായി പറയുന്നുണ്ട്. എന്ത് ചെയ്തു? ആരും എന്ത് ചെയ്യരുത്? കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന്. പൗലോസിന്റെ ഒരു ശൈലി കൂടിയായിരുന്നു, ഒരു താൻ റിപ്പീറ്റഡ് ആയി പറയുന്ന ശൈലിയാണ്. കൊരിന്ത് സഭയ്ക്ക് എന്താ പറയുന്നുണ്ട്? സഹോദരന്മാരെ, നിങ്ങളുടെ അധ്വാനം, നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് ഓർത്തുകൊണ്ട് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമായി തീരണം. നിങ്ങൾ കുലുങ്ങാത്തവരും ഉറപ്പുള്ളവരുമായിരിക്കേണ്ട. ഒന്ന് വായിക്കാമോ? അത് ജസ്റ്റ് മിസ്സിംഗ്. ഓക്കെ, ഞാൻ തന്നെ വായിക്കാം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേല എപ്പോഴും വർദ്ധിച്ചു. അപ്പോൾ സഭകളെ ഓർക്കുമ്പോൾ പൗലോസിന്റെ ഒരു ശൈലിയാണ്, പദപ്രയോഗമാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? എന്ത് പ്രതികൂലം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? പാറ പോലെ ഉറച്ച് നിങ്ങൾ കുലുങ്ങിപ്പോകരുത് എന്ന് താൻ ആ ഒരു സന്ദേശം കൈമാറും. അങ്ങനെ കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു? അവരെ സ്ഥിരപ്പെടുത്തുവാനും അവരെ പ്രബോധിപ്പിക്കുവാനും എന്ത് ചെയ്യുന്നു? തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കുന്നു. അപ്പൊ ഒരു സഭ, ഒരു വ്യക്തി, ഒരു പുതിയ വിശ്വാസി, അവർ ഉപദേശത്തിന്റെ കാറ്റിനാലോ പ്രതികൂലത്താലോ ആടി ഉലഞ്ഞ് കുലുങ്ങി പോകാതിരിപ്പാൻ 2 കാര്യം ശ്രദ്ധേയമാണ്. ഒന്നെന്ത് ചെയ്യണം? അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എസ്റ്റാബ്ലിഷ്, ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? അത് 2ാമത്തെ വാക്യം. കറക്റ്റ്. എക്സ്റ്റാബ്ലിഷ് ആൻഡ് എക്സോർട്ട്. അപ്പൊ നമ്മുടെ ഇവിടെ നടക്കുന്ന എക്സസൈസ് അതാ. വാട്ട് വി ആർ ഡൂയിങ് ദ സെയിം എക്സസൈസ്. ദൈവവചനം, ദൈവസഭ ഉറച്ചു നിൽക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനത്തിൽ അവരെ ഉറപ്പിക്കണം. Establishing, starting something, pioneering something, establishing something else. Praise the Lord. ഹല്ലേലൂയ. അനേക സഭകൾ എന്തുകൊണ്ടാണ് വാടിപ്പോകുന്നത്, ഉലഞ്ഞു പോകുന്നത്, ചിതറിപ്പോകുന്നത്? തിരുവചനത്തിന്റെ ആധികാരികതയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ പൗലോസ് നിർബന്ധമായിരുന്നു, the churches should be established, rooted and established in the word of God. Praise the Lord. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക മാത്രമല്ല, ഇവിടെ ആ എസ്റ്റാബ്ലിഷിന്റെ ഭാഗമാണ് ഈ പ്രതികൂലം അനുഭവിക്കുന്ന സഭയ്ക്ക് എൻകറേജ്മെന്റ്, കൗൺസിലിംഗ് ആവശ്യമുണ്ട്, കംഫോർട്ടിങ് ആവശ്യമുണ്ട്, സൂഥനിങ് ആവശ്യമുണ്ട്. അതിനുവേണ്ടി അയക്കേണ്ട സാധനങ്ങൾ അയക്കണം. വിസിറ്റിംഗ് ആവശ്യമുണ്ട്. തിമോത്തിയോസിനെ വിടുകയാണ്. പൗലോസിന്റെ 2 പാറ്റേൺ ഈ ലേഖനത്തിൽ, നമുക്ക് പൗലോസിന്റെ ശുശ്രൂഷ 2 പാറ്റേൺ ഉണ്ട്. തന്റെ മിനിസ്ട്രിയുടെ ഒരു പാറ്റേൺ, പ്രാർത്ഥനയുടെ പാറ്റേൺ. മിനിസ്ട്രിയുടെ പാറ്റേൺ, ഹി മൂവ് ടു എ ന്യൂ പ്ലേസ് ആസ് എ പയനിയർ മിനിസ്ട്രി, പയനിയർ മിനിസ്റ്റർ, ആസ് എ പാരഡൈം മൂവർ. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മുടെ ബേബി ബ്രദറുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു.
ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്ന ഇസ് എ പാരഡൈം ട്രാൻസ്ഫോർമേഷൻ, പാരഡൈം മൂവ്മെന്റ്. അതായത് ഒരു നോൺ പ്ലേസിൽ നിന്ന് അൺനോണിലേക്കുള്ള മൂവ്മെന്റ്. പൈനിയേഴ്സ് എപ്പോഴും സ്ട്രഗിൾസ് അനുഭവിക്കും. ഈ പ്രസ്ഥാനം ആരംഭിച്ച ഒരു പൈനിയർ ആയിരുന്നു. ഒന്നും കാണാതെ വിശ്വാസത്തിൽ മാത്രം മുങ്ങി എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനം ആരംഭിച്ചു. ഇന്ന് നമ്മൾ അതിന്റെ ഫലം അനുഭവിക്കുന്നവർ. അന്ന് ഈ പ്രസ്ഥാനം, ഈ സഭ ആരംഭിച്ചവരുടെ സ്ട്രഗിൾസ് നമ്മൾ അനുഭവിക്കുന്നില്ല. വി ആർ ദ benefactors of that pioneering effort. അപ്പോൾ പൗലോസിന്റെ പാറ്റേൺ അൺനോൺ ആയിട്ടുള്ള പയനിയറിംഗ് ഫീൽഡിലേക്ക് പോവുക, അവിടെ സുവിശേഷം പ്രസംഗിക്കുക, തെരുക്കോളിൽ നിന്ന് സുവിശേഷം പറയുക, യഹൂദ പള്ളികളിൽ പോയി പ്രസംഗിക്കുക, എതിർപ്പുകൾ വിവരിക്കുക, ദൈവരിൽ നിന്നുകൊണ്ട് അവിടെ സഭകൾ സ്ഥാപിക്കുക. സഭകൾ സ്ഥാപിക്കുക, അവിടെ മൂപ്പന്മാരെ ആക്കി വെക്കുക. 2 നിവൃത്തിയുള്ളിടത്തോളം ആ സഭകളെ സന്ദർശിക്കുക. 4 ലേഖനങ്ങൾ എഴുതി അറിയിക്കുക. ദിസ് വാസ് എ പാറ്റേൺ Paul followed in his ministry mission journeys. Number 1, go to unknown pioneer areas, plant churches, appoint leaders, visit them over and over again and send them letters. This pattern is followed all through his 3 journeys. Okay, പ്രാർത്ഥനയുടെ പാറ്റേണിനെ കുറിച്ച് നാം പിന്നീട് പരിശോധിക്കുന്നതായിരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, അങ്ങനെ നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായി തിമോത്തിയോസിനെ അയച്ചു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പോവുകയാണ്. 3-ാമത്തെ വാക്യം വായിക്കാമോ? കഷ്ടത്തെക്കുറിച്ച്, പൗലോസിന്റെ കഷ്ടതയെക്കുറിച്ച്, പെർസിക്യൂഷനെ കുറിച്ച്, ട്രയൽസിനെ കുറിച്ച് പൗലോസിന്റെ കാഴ്ചപ്പാട് ദൈവസഭയ്ക്ക് കൈമാറുന്നു. ദിസ് ഹാസ് എ യൂണിവേഴ്സൽ സിഗ്നിഫിക്കൻസ്. എന്താണ് കഷ്ടതയെക്കുറിച്ച്, ട്രയൽസിനെ കുറിച്ച് പൗലോസ് പറയുന്ന വാക്യം പെട്ടെന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെയാ പറയുന്നത്? ഒന്ന് കഷ്ടം. 3-4 വാക്യമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന 2 പദപ്രയോഗം, ശ്രദ്ധേയമായ 2 പദപ്രയോഗം. അതിലുണ്ടോ ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ? ക്യാൻ റീഡ് ദാറ്റ്? Any other version? No. Verse 3. Correct. നിയമിക്കപ്പെട്ടിരിക്കുന്നു. 2 പദപ്രയോഗം സ്ട്രൈക്കിംഗ് ആണ്. മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന നിയമനം എന്ന് വെച്ചാൽ എന്താ? അപ്പോയിന്റ്മെന്റ്. അപ്പോൾ ഡെസ്റ്റൈൻഡ് എന്നുള്ള പദപ്രയോഗം കൊണ്ട് അപ്പോയിന്റ്മെന്റ് എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കഷ്ടത എന്ന ദൈവമക്കൾക്ക് ക്രിസ്തീയ യാത്രയിൽ, സുവിശേഷ യാത്രയിൽ നമുക്കുള്ള അപ്പോയിന്റ്മെന്റ് ആണ്, അഥവാ ഡെസ്റ്റിനിയാണ്. എന്ത്? ട്രയൽസ്, വിവിധ തരങ്ങളായ കഷ്ടതകൾ. ഓക്കെ, സൗദിയിലുള്ള ജനങ്ങളുടെ കഷ്ടത, ട്രയൽസ് അല്ല ഖത്തറിലുള്ള ആളുകളുടെ, ഇവിടെയുള്ള ആളുകളുടെ ട്രയൽസ് അല്ല മറ്റൊരു രാജ്യത്തുള്ള. എവ്രി വൺ ഹാസ് ഇൻ അവർ സ്പിരിച്വൽ ജേർണി, ഇൻ അവർ പർസ്യൂട്ട് ഓഫ് ഫോളോയിങ് ക്രൈസ്റ്റ്, ഇൻ അവർ ഡിസൈപ്പിൾഷിപ്പ് ജേർണി, എവ്രി വൺ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. A pursuit to discipleship has a cross carrying, our own cross carrying. So ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ള അപ്പോയിന്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനിയാണ് കഷ്ടത അനുഭവിക്കുക എന്നുള്ളത്. ഇനി 2-3 പ്രയോഗങ്ങളുണ്ട് അവിടെ. ഒന്ന് വായിച്ചേ. കഷ്ടം അനുഭവിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടി ഇരുന്നപ്പോൾ തന്നെ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു ഇല്ലുസ്ട്രേഷനാണ്. നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ അവിടുന്ന് ടേക്ക് ഓഫിന് മുമ്പ് തന്നെ ക്യാപ്റ്റൻ അനൗൺസ് ചെയ്യും, there are possibilities of turbulence. Possibility of turbulence all the time. This is very uncertain most of the time. So you have a seat belt warning all the time on. Sometimes we captains switch that off. You are free to move, but then we warn you, we recommend you, make sure that you are the seat belt is always locked, because we never know. This is very uncertain. Anytime the turbulence can happen, and you have to be on as safe side.
ഇതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നമ്മുടെ വിശ്വാസയാത്രയിൽ ഒരു കാര്യം ഉറപ്പാണ്, ടർബുലൻസ് ഉണ്ട്, ട്രയൽസ് ഉണ്ട്, പ്രതികൂലം ഉണ്ട്. അതിന് സീക്വൻസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. 3 കാര്യമുണ്ട്. ഒന്ന്, അപ്പൊ കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് മുൻകൂട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? പൗലോസ് വാൺ ചെയ്തിട്ടുണ്ട്. ഇനി പറയുന്നു, കഷ്ടം അനുഭവിക്കുവാൻ നിങ്ങൾ നിയമിപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അറിയുന്നുവല്ലോ. കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടി ഇരുന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. സോ യു ഓൾറെഡി നോ ഇറ്റ്, വി ഓൾറെഡി വാണ്ട് ഇറ്റ്, ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. ഓക്കെ, സോ ദിസ് ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. സോ അപ്പൊ അതുകൊണ്ട് ഇത് ഈ വാണിംഗ് നമ്മൾ മുൻകൂട്ടി ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. അടുത്ത പദം, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇസ് ഓൾറെഡി ബീൻ സെഡ്. സോ അതുകൊണ്ട് സുവിശേഷ നിമിത്തം, ദിസ് ഈസ് സുവിശേഷ നിമിത്തം ഉണ്ടാകുന്ന കഷ്ടതകൾ എന്താ? അത് നമ്മുടെ അപ്പോയിന്റ്മെന്റ് ആണ്. അത് കർത്താവ് ദൈവവചനം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് മാറ്റുക എന്നുള്ളത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട ഭാഗമാണ്. ഓക്കെ, അതുകൊണ്ട് ദർ ഈസ് ഗോഡ്സ് വേ ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ഫോർ ഗോഡ്സ് ഗ്ലോറി ആൻഡ് ഫോർ ഗോഡ്സ് പർപ്പസസ്. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അടുത്ത വാക്യത്തിലേക്ക് വരാം. മതി 5-ാം വാക്യം നമ്മൾ എന്താ വായിച്ച? 5-ാം വാക്യം എങ്ങനെ വായിച്ചേ? ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട്. ഏത് നിമിത്തം? ഇത് മീനിങ്, അതായത് പെർസിക്യൂഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുക. എവിടെ? തെസ്സലോനിക്ക സഭയില്. ഇറ്റ്സ് ഗോയിങ് ഓൺ, and the church is under great trial, tribulation, persecution, great difficulties. ഇതെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാ? സഹിച്ചുകൂടാഞ്ഞ്. ഏതൻസ് വെച്ച് പറയുന്ന സഹിച്ചുകൂടാഞ്ഞ്. പിന്നെ പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോ എന്ന് ഭയപ്പെട്ട് ഞാൻ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ഇപ്പോൾ ആളയച്ചു. ഇപ്പൊ തിമോഥെയോസിനെ അയക്കുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. ആ യൂസേജ് ഒക്കെ ശ്രദ്ധിച്ചേ. ഇത് നിമിത്തം എനിക്ക് സഹിച്ചുകൂടാൻ. ഇനി നമ്മൾ അങ്ങോട്ട് 6-7 വാക്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ പൗലോസിന്റെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒരു ദേശത്തോട്, ഒരു സഭയോട്, താൻ ഒരു പിതാവ് എന്ന നിലയിൽ താൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആളുകളോടുള്ള തന്റെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് അത്തരത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. സഹിച്ചുകൂടാഞ്ഞ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? താൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആ ജനത്തെ ഓർക്കുമ്പോൾ he can't take it easily. പൗലോസിന് എന്ത് കഷ്ടം തന്നാലും എനിക്ക് മരിക്കുന്നില്ലാവും ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറയുന്ന ആളാ. പക്ഷെ തന്റെ ജനത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ പറയുക എന്താ? എനിക്ക് സഹിച്ചുകൂടാഞ്ഞ് എന്ത് ചെയ്യുന്നു? പറയാണ്, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ടു. സോ ഹി വാസ് റിയലി കൺസേൺഡ് അബൌട്ട് ദ ചർച്ച്. ഇത്ര ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ആ ഓട്ടവും അധ്വാനവും ഉറക്കളപ്പും നഷ്ടമായി പോയോ എന്ന് ഭയപ്പെട്ടു. എന്നാൽ നമ്മൾ കഴിഞ്ഞ രണ്ടാമത്തെ അധ്യായം വായിച്ചപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചായിരുന്നല്ലോ. എന്താ? 2:1 എന്തുവാ? യെസ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്, അങ്ങനെ ഒരു സന്ദേഹം എനിക്കുണ്ടായിരുന്നു, ഒരു ഭാരം എനിക്കുണ്ടായിരുന്നു. ഞാൻ അധ്വാനിച്ച് വെറുതെ ആയി പോയെന്ന ഭാരം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി തിമോസിനെ അയച്ചു. പക്ഷെങ്കിൽ തിമോത്തിയോസിന് കിട്ടിയ റിപ്പോർട്ട് എന്തായിരുന്നു? ആ അധ്വാനം വ്യർത്ഥമായില്ല. കർത്താവിന് വേണ്ടി തെസ്സലോനിക്കയിൽ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്, ഞങ്ങളുടെ ലൈഫ് ഇൻവെസ്റ്റ്മെന്റ്, ഞങ്ങളുടെ ടൈം ഇൻവെസ്റ്റ്മെന്റ്, ഞങ്ങളുടെ പ്രയർ ഇൻവെസ്റ്റ്മെന്റ്, that wasn't gone vain. That came to fruition. That brought result to us. So Thessalonican church, when he think about the Thessaloniki and the church there, he was so elated, so happy because he could find the fruit and result over there. However, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചാണ് ഗലാത്യ സഭയെ കുറിച്ച് വായിച്ചപ്പോൾ നമ്മൾ എന്താ പഠിച്ചേ? വായിക്കാം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 പെട്ടെന്ന് വായിക്കാം ഒരാൾക്ക്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം, ഗലാത്യ ലേഖനം 4-ന്റെ 8 മുതൽ പെട്ടെന്ന് വായിക്കാമോ? ആ
നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഗലാത്യ സഭ, ഗലേഷ്യൻസ്, ഏഷ്യ മൈനറിലുള്ള ഒരു ലാർജർ പ്രോവിൻസ് ആണ്, ലാർജർ ലാൻഡ്സ്കേപ്പ് ആണ് ഗലേഷ്യ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ സിംഗിൾ ചർച്ച്, ഇറ്റ് ക്യാൻ ബി മൾട്ടിപ്പിൾ ചർച്ചസ് ഇൻ ദ ഹോൾ റീജിയൻ ഓഫ് ഗലേഷ്യ. അപ്പൊ അവിടെ പ്രിഡോമിനന്റ്ലി അവിടെ ജാതീയരായ ആളുകളായിരുന്നു, നോൺ ജൂയിഷ് കമ്മ്യൂണിറ്റി ആയിരുന്നു. നോൺ ജൂയിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ വി ക്യാൻ നാച്ചുറലി ഇമാജിൻ, വി ക്യാൻ കൺക്ലൂഡ് അവരെല്ലാം വിഗ്രഹാരാധികളായിരുന്നു, അല്ലേ? ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യൻ റിലീജിയസ് കസ്റ്റം പോലെ, ഹൈന്ദവ വിശ്വാസം പോലെ ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും പൂജകളും ഒക്കെയുള്ള ഒരു സിസ്റ്റമായിരുന്നു ഗലേഷ്യൻ പ്രദേശയിലെ നോൺ ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ അവിടെ അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ യഹൂദന്മാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ലാർജ് ലാൻഡ്സ്കേപ്പിൽ പൗലോസ് പോയി തന്റെ ആദ്യത്തെ യാത്രയിൽ തന്നെ അവിടെ പോയി അത്യധ്വാനം ചെയ്ത് അവിടെ എന്ത് ചെയ്തു? ഒരു വലിയ കൂട്ടം ആളുകൾ, യഹൂദന്മാരും ജാതികളുമായ ആളുകൾ എന്ത് ചെയ്തു? വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് ഗലേഷ്യൻ പ്രൊവിൻസിൽ ഒക്കെ സഭകൾ രൂപം കൊണ്ടത്. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ what happened there? ഇപ്പോൾ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്ന എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് ജാതീയരായ ആളുകൾ മാത്രമല്ല, ഈവൻ യഹൂദ വിശ്വാസത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ പോലും എന്ത് ചെയ്തു? അവരും ആ ജൂയിഷ് ട്രഡീഷൻ പുതിയതായി വന്ന നോൺ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. എന്താ കാര്യം അറിയാമോ? യഹൂദന്മാർക്ക് പരിച്ഛേദന യഹൂദ മതത്തിൽ നിർബന്ധമായിരുന്നു. അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നപ്പോഴും സഭകളിൽ ഈ സർക്കംസിഷൻ എന്ന യഹൂദ ആചാരം എന്ത് ചെയ്തു? ജാതികളിൽ നിന്ന് വന്ന ആളുകളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 5-ാം അധ്യായ തുടക്കത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും. This is specifically pointing out the Jewish practice or hegemony of bringing the circumcision practice to the churches. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ പൗലോസ് സന്ദേഹിക്കുകയാണ് 4:11, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ, അല്ലേ? യു ഹാവ് ദ ബൈബിൾ വിത്ത് യു, റൈറ്റ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി ഞാൻ ഭയപ്പെടുന്നു. തെസ്സലോനിക്ക സഭയെ കുറിച്ച് എന്താ പറയുന്നത്? ഞങ്ങളുടെ അധ്വാനം വ്യർത്ഥമായില്ല. നമുക്കൊരു വാക്യം തെസ്സലോനിക്ക സഭയെ കുറിച്ച് പൗലോസ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. വാക്യം ഫിലിപ്പിയ സഭയെ കുറിച്ച് പറയുന്നത് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഫിലിപ്പിയ ലേഖനം. മതി. ഇതാരെ കുറിച്ചാ പറയുന്നേ? ഫിലിപ്പിയ സഭ. ഫിലിപ്പിയ സഭയെ കുറിച്ച് പറയുക. അവിടെ ഉള്ള ജനത്തോട് അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഇറ്റ് വാസ് എ ഹോസ്റ്റൈൽ പ്ലേസ്, അല്ലേ? ഇറ്റ് വാസ് എ ഹോസ്റ്റൈൽ പ്ലേസ്. ഫിലിപ്പിയിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം, അല്ലേ? ഫിലിപ്പിയിൽ പൗലോസ് സംസാരിക്കുന്നു, പുഴവകത്ത് ഒക്കെ കർത്താവിന്റെ വചനം എന്ത് ചെയ്യുന്നു? പ്രസ്താവിക്കുന്നു. അപ്പോഴാണ് വെളിച്ചപ്പാടത്തെയായി യജമാനന്മാർക്ക് വലിയ ലാഭം ഉണ്ടായിക്കരുന്ന ബാല്യക്കാരെത്തി പൗലോസിന്റെയും ശിലാസിന്റെയും പുറകെ നടന്ന് എന്ത് ചെയ്യുന്നു? പൗലോസിനോട് പ്രവചിക്കുന്നു, ദൂതൊക്കെ പറയുന്നു. പൗലോസ് തിരിഞ്ഞ് അവളെ എന്ത് ചെയ്യുന്നു? ശാസിക്കുന്നു. അവളുടെ ഭൂതം വിട്ടുപോകുന്നു. യജമാനന്മാർക്കുണ്ട് ലാഭം നഷ്ടപ്പെടുന്നു. പൗലോസിനെയും ശിലാസിനെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. അങ്ങനെ അവിടെ പൗലോസിനും ശിലാസിനും കാരാഗ്രഹ ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നു. അവിടെയും ഒരു വലിയ ഹോസ്റ്റൈൽ സിറ്റുവേഷൻ സ്ഥാപിക്കപ്പെട്ടുവെങ്കിലും ദാറ്റ് പ്ലേസ് വാസ് വെരി ഹോസ്റ്റൈൽ ഫോർ പോൾ ആൻഡ് സൈലസ്. സോ അവിടെ ആ ഹോസ്റ്റൈൽ കണ്ടീഷനിൽ പോലും നിങ്ങൾ എന്ത് ചെയ്തു? അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ
പ്രകാശിക്കുന്നു. എന്നിട്ട് അവരെ ഓർത്ത് തിരിഞ്ഞ് ലേഖനം എഴുതുമ്പോൾ പറയാണ്, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. സഭയിൽ നിന്ന് പ്രശംസയൊന്നും താൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, he think about his labor and hard work in the whole region of Macedonia, including Philippians. He was so happy that his labor in Christ wasn't in vain, but he brought fruits. അപ്പൊ 3 സഭകളെ കുറിച്ച് കണ്ടു. തെസ്സലോനിക്ക സഭയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ അധ്വാനം എന്ത് ചെയ്തില്ല, വ്യർത്ഥമായില്ല. ഫിലിപ്പിയ സഭയെ കുറിച്ച് ഓർക്കുമ്പോൾ പറയുന്നു ഞങ്ങളുടെ അധ്വാനം എന്ത് ചെയ്തില്ല, വ്യർത്ഥമായില്ല. പക്ഷെ ഗലാത്യ സഭയെ കുറിച്ച് പറയുന്നു ഞങ്ങളുടെ അധ്വാനം വ്യർത്ഥമായി പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പെട്ടെന്ന് വരാം, കുറിവാക്കത്തിലേക്ക് മടങ്ങി വരാം. 6ഉം 7ഉം വാക്യം വായിക്കാമോ? മതി 5ഉം 6ഉം 7ഉം വാക്യങ്ങളിൽ നമ്മൾ വായിച്ചേ. ഇത് നമ്മൾ അല്പം മനസ്സിരിക്ക് സോഫ്റ്റ് ആയിട്ടൊന്ന് പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു, പൗലോസ് അത്ര വലിയ അപ്പോസ്തലന്മാർ ശ്രേഷ്ഠനായിരുന്നു, വലിയ ഉന്നതനായിരുന്നെങ്കിലും, അതിവിദ്യാഭ്യാസ സമ്പന്നനായിരുന്നെങ്കിലും ഒക്കെ തനിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. അപ്പൻ്റെ ഹൃദയം. നിങ്ങൾ ഗുരുക്കന്മാർ ഏറെയുണ്ട്, പക്ഷേ പിതാക്കന്മാർ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു അപ്പൻ്റെ ഹൃദയം ക്യാരി ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. സുവിശേഷ വേലയുടെ, വിശേഷിച്ച് പാസ്റ്റർഷിപ്പിൽ, ലീഡർഷിപ്പിന്റെ ഒരു വലിയ ക്വാളിറ്റിയാണ് മുമ്പിൽ നിൽക്കുന്ന ആളുകൾ. അപ്പൻ്റെ ഹൃദയം. He should carry heart of a father. ഇവിടെ ചില പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട്. We'll so surprised to see how simple that man was, and we are going to look at a couple of references there. ഒന്ന്, അപ്പോൾ പൗലോസ് വന്ന് തെസ്സലോനിക്കയിൽ വിസിറ്റ് ചെയ്ത് അവിടെയുള്ള ആളുകളെ സന്ദർശിച്ച് മടങ്ങി വന്ന് പൗലോസിന് കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ ചില കാര്യമാണ് പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ അപ്പൊ പൗലോസ് എടുത്ത റിപ്പോർട്ട് എന്തായിരുന്നു? പറ. അപ്പോ പൗലോസിന് കിട്ടിയ ഫസ്റ്റ് ഹാൻഡ്, പൗലോസിന്റെ ഭയം എന്തായിരുന്നു? അവർ കുലുങ്ങിപ്പോകുമോ, അവർ ഉറച്ച ഈ പെർസിക്യൂഷന്റെ മധ്യത്തിൽ അവർ കുലുങ്ങിപ്പോകുമോ, വിശ്വാസം ത്യജിക്കുമോ എന്നുള്ള ഭയമായിരുന്നല്ലോ, അല്ലേ? ഞങ്ങൾ ഞങ്ങൾ സഹിച്ചുകൂടാ, ഞങ്ങൾ അധേലിരിക്കുമ്പോ ഇരിക്കേണ്ടി വന്നാലും തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോ, 1-2 വാക്യങ്ങളാണ് വായിക്കുന്നത്. ആരും കുലുങ്ങിപ്പോയിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായി സഹോദരനായ തിമോഥെയോസിനെ അയക്കുന്നു. അപ്പോൾ തന്റെ കൺസേൺ ഇതായിരുന്നു, ഈ ജനം താൻ വില കൊടുത്തു കൊണ്ടുവന്ന് ഈ ജനം കുലുങ്ങിപ്പോകരുത്, അവർ വിശ്വാസത്തിൽ ഉറയ്ക്കണം, അവർ വിശ്വാസത്തിൽ റൂട്ടഡും എസ്റ്റാബ്ലിഷും ആകണം എന്ന ഭയങ്കരമായ ദർശനത്തിലാണ് നിൽക്കുന്നത്. പൗലോസ് വന്ന് തിമോത്തിയോസ് വന്ന് റിപ്പോർട്ട് കൊടുക്കുകയാണ്, ആ വിശ്വാസത്തിൽ ഉറച്ചും സ്നേഹത്തിൽ. അപ്പൊ ഈ 2 പദമാണ്, വിശ്വാസവും സ്നേഹവും. ഈ ലേഖനത്തിൽ ഉടനീളം കാണുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള കാണുന്ന ഒരു പദപ്രയോഗമാണ് വിശ്വാസവും സ്നേഹം. 1-ാം അധ്യായം നാം പഠിച്ചല്ലോ, വിശ്വാസത്തിന്റെ വേല, സ്നേഹത്തിന്റെ പ്രയത്നം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ഇനിയും കാണുന്നുണ്ട് അത് തന്നെ. അപ്പോൾ വിശ്വാസവും സ്നേഹവും, ദാറ്റ്സ് എ വെരി സിഗ്നിഫിക്കന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗ്രോയിങ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ചർച്ച്. ദൈവസഭയുടെ 1 വിശ്വാസം, 2 സ്നേഹം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത്. അപ്പോൾ അവർക്ക് പൗലോസ് തിമോത്തിയോസിന് കിട്ടിയ റിപ്പോർട്ട്, തെസ്സലോനിക്ക സഭയെ കുറിച്ച് കിട്ടിയ റിപ്പോർട്ട് എന്താണ്? 1, അവർക്ക് നല്ല വിശ്വാസമുണ്ട്, 2 സ്നേഹമാണ്. അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പിന്നീട് പറയുന്നുണ്ട്. ഇനി അടുത്ത റിപ്പോർട്ട് കേട്ടോണം. ഞങ്ങൾ നിങ്ങളെ കാണാൻ വാഞ്ചിക്കുന്നതുപോലെ, ഇംഗ്ലീഷിലൊക്കെ വായിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ആരെ കാണാൻ ആഗ്രഹിക്കുന്നു? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞ് സമയമില്ല നമുക്ക് ഒട്ടും. പൗലോസ് ശീലാസും തിമോത്തിയോസും കൂട്ടിക്കും. ഞങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ആരെ കാണാൻ ആഗ്രഹിക്കുന്നു? തെസ്സലോനിക്കയുള്ള പൊതുവിശ്വാസികളെ കാണാൻ ആഗ്രഹിക്കുന്നു. അടുത്ത പ്രയോഗമാണ്
നിങ്ങൾക്ക് ഞങ്ങളെയും കാണുവാൻ, നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട്. അപ്പൊ പൗലോസ് കിട്ടിയ ഇൻഫർമേഷൻ ഇതാണ്. പൗലോസിന്റെ ഹാർട്ട് തിമോത്തിയോസ് അവർക്ക് കൈമാറി. അതാണ് ഈ അപ്പൻ, നമ്മുടെ അപ്പൻ, നമ്മുടെ വിശ്വാസം ജനിപ്പിച്ച നമ്മുടെ അപ്പൻ, നമ്മുടെ അപ്പോസ്തലൻ, നമ്മുടെ പിതാവ്, ആത്മീയപിതാവ് ഞങ്ങളെയൊക്കെ കാണാൻ വളരെ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ അവിടെയുള്ള ആളുകൾ പറയുക, ഞങ്ങൾക്കും ഞങ്ങളുടെ അപ്പനെ കാണാൻ വലിയ ആഗ്രഹമുണ്ട്. നമ്മൾ അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ്, ഒരു അപ്പന്റെ ഹൃദയത്തിന്റെ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ ചുമ്മാ വായിച്ചു വിടുമ്പോൾ. അതുകൊണ്ട് ബൈബിൾ സ്റ്റഡിയുടെ പ്രത്യേകത ഏതാ? നമ്മളൊരു പ്രസംഗത്തിന് വേണ്ടി വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊന്ന് വായിച്ചു വിടുമ്പോഴോ ഇതിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാകത്തില്ല. നോക്കി, വി ക്യാൻ സീ ഹാർട്ട് ഓഫ് എ ഫാദർ. പറയുകയാണ്, ഒന്ന് ആ റിപ്പോർട്ട്, ഒന്ന് അവരുടെ വിശ്വാസവും സ്നേഹവും അവർക്ക് പൗലോസിന് ലഭിക്കുന്നു. 2 തനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ്, ഈ അപ്പൻ എങ്ങനെ തന്റെ മക്കളെ കാണാൻ ആഗ്രഹിക്കുന്നു അതേ ഡെപ്തിൽ, അതേ വിഡ്ത്തിൽ അവിടുത്തെ ജനങ്ങളും ആരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്? പൗലോസിനെ കാണാൻ അവിടെയും തീർന്നില്ല. അടുത്ത പദമുണ്ട്, ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളോട് ഓക്കെ. അപ്പോൾ പറയാ, ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്ന് റിപ്പോർട്ട് കിട്ടുക. ഞാൻ അതിൻ്റെ അകത്തൊന്ന് ഇരുന്ന് ചിന്തിച്ചു. അവിടെ ഒരു അപ്പന്റെ ഹൃദയം കാണാൻ സാധിക്കുന്നത്. അധികം നാളൊന്നും ആയിട്ടില്ല. തെസ്സലോനിക്കന്ന് കൊരിന്തിലോട്ട് പോയിട്ട് അധികം നാളൊന്നും ആയില്ല. ഇറ്റ്സ് എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. പക്ഷെ പറയാ, നിങ്ങളെ കാണാൻ ഇങ്ങനെയാണത്, ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മീനിങ് പൗലോസിന്റെ ചിന്തയാണ്, ഇവർ ഞങ്ങളെ മറന്നിട്ടില്ല. ആര് മറന്നിട്ടില്ല? തെസ്സലോനിക്ക ജനം ഞങ്ങളെ മറന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഞങ്ങളെ ഓർക്കുന്നുണ്ട്. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ വരുമ്പോൾ, മോനെ ഞങ്ങളെ മറന്നോടാ, ഞങ്ങൾ ഓർമ്മയുണ്ടോടാ, നീ ഞങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ടോടാ, ഇല്ലേ, നിങ്ങളെക്കുറിച്ച് നിങ്ങളെ മറന്നു പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലെ പൗലോസ് അതിൻ്റെ അകത്ത് അങ്ങ് ഡ്വെല്ല് ചെയ്യുക. ഞങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങളെക്കുറിച്ച് മറന്നിട്ടൊന്നുമില്ല, ഞങ്ങളെ ഓർക്കുന്നുണ്ട്. നോക്കിക്കേ, ആ സോഫ്റ്റ്നെസ് നോക്കിക്കേ, ആ ഫീലിംഗ് നോക്കിക്കേ. ഓക്കെ, നിങ്ങൾക്ക് എത്രമാത്രം അത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഏറ്റവും സിമ്പിൾ ബേസിക് ഹ്യൂമൻ ഫീലിങ്സ് അവിടെ എക്സ്പ്രസ് ചെയ്യുക. ഞങ്ങളെ അവർ ഓർക്കുന്നുണ്ടല്ലോ, അല്ലേ? നമ്മുടെ പിന്നെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, ഹസ്ബൻഡിന്റെ ബർത്ത്ഡേക്ക് മുമ്പ് ഒരു ഭാര്യ ആ ബർത്ത്ഡേ ഒന്ന് കോമമറേറ്റ് ചെയ്യാൻ, സെലിബ്രേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് അത് ഭർത്താവിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ പുള്ളിയുടെ ഉള്ളിൽ ഒരു ചിന്ത സന്തോഷമുണ്ടാവും. എന്നാലും അവള് അത് ചെയ്തല്ലോ, ഇനി അങ്ങനെ പ്രത്യേകിച്ച് തിരിച്ച് ഇപ്പോൾ വൈഫിന്റെ ബർത്ത്ഡേ സമയം ആകുമ്പോഴത്തേക്കും ആണുങ്ങളെല്ലാം മറക്കുന്ന പതിവാണ്. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്നില്ല. പൊതുവെ ലേഡീസ് they are very good in remembering and celebrating birthdays, special days, wedding anniversaries, etc. They have everything registered and they make sure that the day is a special and make sure that that day is a memorable one. But men normally they take it very easy, take it for granted, they move on. Not because they don't have any love, they are wired like that. They are that wired in that way. ഓക്കെ, അപ്പോൾ സഹോദരിമാർ ചിന്തിക്കുക, അച്ഛൻ ഒരു ബർത്ത്ഡേ ആകുമ്പോഴോ സ്പെഷ്യൽ ഡേ ആകുമ്പോഴോ റോസാപ്പൂ കൊണ്ട് തരാനായിട്ട് ഉള്ള ഒരുക്കം, ആ ഒരുക്കം ഒന്ന് ലീക്ക് ഔട്ട് ആണെങ്കിൽ, ഒന്ന് ലീക്ക് ഔട്ടായി പിടിച്ചു, അത് പൂ മേടിക്കാൻ പോകുമ്പോഴോ അത് ഏതെങ്കിലും കോണ്ടെക്സ്റ്റിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ആ ഒരു ഉദ്യമം ലീക്ക് ഔട്ട് ആണെങ്കിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും, അല്ലേ? എന്നാലും എന്നെ ഒന്ന് ഓർത്തല്ല, ഈ തിരക്കിനിടയിലും ഈ ഓട്ടത്തിനിടയിലും എൻ്റെ കാര്യം ഒന്ന്
ഓർത്തല്ലോ. അതൊരു സഹോദരിമാരുടെ സൈക്കോളജിയാണ് കേട്ടോ. അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി ലാവിഷ് ചെയ്യുന്നതിലേക്ക് ഉപരിയായി എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്ന ഒരു മെസ്സേജ് കിട്ടിയാൽ ദാറ്റ്സ് ഓൾ ദേ നീഡഡ്. ഇറ്റ്സ് എ വെരി ട്രൂ തിങ്. ഓക്കെ, നമ്മൾ വലിയ സാരി മേടിച്ചോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ ഉപരി ദേ ഡോണ്ട് റിയലി ഡിമാൻഡ് ഓൾ ദ ടൈം. ബട്ട് വി ആർ കെയറിംഗ് ഫോർ ദം, വി ആർ റിമെമ്പറിംഗ് ദം, യു ആർ വാല്യൂഡ് മച്ച് എന്നുള്ള മെസ്സേജ് എങ്ങനെയെങ്കിലും ഒന്ന് ഇട്ടുകൊടുത്താൽ they are for us. Praise the Lord. ഇവിടെ ഏതാ കാണുന്നത്? a similar thing. ഓർക്കുക, എന്നാലും ഇത്രയൊക്കെ ആയാലും ഇത്ര കഷ്ടത്തിൽ കൂടെ കടന്നു പോയാലും ഞങ്ങളെ അവര് ഓർക്കുന്നുണ്ടല്ലോ എന്ന ആ മെസ്സേജ് അവിടെ കിട്ടുകയാണ്. പെട്ടെന്ന് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഓക്കെ, അപ്പോൾ ആ പൗലോസിന് കിട്ടുന്ന മെസ്സേജസ് എന്തായിരുന്നു തിമോത്തിയോസിൽ നിന്ന്? ഒന്ന്, വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് ഓർക്കുന്നു. 2, പൗലോസ് എത്രമാത്രം ആഴത്തിൽ ഈ ജനത്തെ കാണാൻ ആഗ്രഹിച്ചു, അതേ ആഴത്തിൽ ഈ ജനവും ആരെ കാണാൻ ആഗ്രഹിച്ചു? പൗലോസിനെ കാണാൻ ആഗ്രഹിച്ചു. 3 നാം കണ്ട ഒരു സോഫ്റ്റ് ഫീലിംഗ് ആണ്. എന്താണ് സോഫ്റ്റ് ഫീലിംഗ്? ഓർത്തുകൊണ്ടിരിക്കുക, എന്നെ മറന്നോ ഇല്ല, എൻ്റെ ജനം, എൻ്റെ വിശ്വാസികൾ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന ഫീലിംഗ്. ഇനി എന്നെ ചിന്തിച്ച മറ്റൊരു കാര്യമുണ്ട്. ഈ മനുഷ്യന്റെ ഈ സോഫ്റ്റായ ഫീലിംഗ് കുറിച്ചു വെക്കാൻ വേദപുസ്തകത്തിന്റെ താളുകളിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? അത് ഇടയാക്കിയല്ലോ. ആ മനുഷ്യന്റെ എത്ര സിമ്പിളായ ബേസിക്കായ ഹ്യൂമൻ ഫീലിംഗ് അതെവിടെ രേഖപ്പെടുത്തി? വേദപുസ്തകത്തിന്റെ താളുകൾ രേഖപ്പെടുത്താൻ പരിശുദ്ധാത്മാ വില്ലിങ്ങായി എന്നത് നമ്മയൊക്കെ അങ്ങനെ ഒരു മനുഷ്യന്റെ ഫീലിംഗ് രേഖപ്പെടുത്തുവാൻ വേദപുസ്തകത്തിന്റെ താളുകളിൽ സ്ഥാനമുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഫീലിംഗ് പരിശുദ്ധാത്മാവ് എത്രമാത്രം കാണുന്നു എന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹൃദയത്തിന്റെ ഞരക്കങ്ങൾ പോലും അറിഞ്ഞ് നമ്മെ ഇടപെടുന്ന, സ്നേഹിക്കുന്ന, മുമ്പോട്ട് നടത്തുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സത്യം ഇത്തരണത്തിൽ ഈ പഠനവേളയിൽ നാം മറന്നു പോകരുത്. മുമ്പോട്ട് വായിക്കാം 8-ാമത്തെ വാക്യം. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തോ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾ. ഇനി ആ ഫീലിംഗ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. 8-ാം വാക്യം പറയുന്നു, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ ജീവിക്കുന്നു. ആമേൻ. Is mutually complementing. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതാണ് ഞങ്ങളുടെ നിലനിൽപ്പിന് കാരണം. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞു വെച്ചത്, ഞങ്ങൾ ഓട്ടവും അധ്വാനവും വ്യർത്ഥമായില്ല. ഇനി അടുത്ത്, അപ്പൊ ഒന്ന് പൗലോസ് പറയാണ് അടുത്ത ലെവലിലേക്ക് അത് കൊണ്ടുപോവാണ്. നിങ്ങൾ ഇത്രമാത്രം കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ കൂടെ കടന്നു പോയിട്ടും നിങ്ങൾ നിൽക്കുന്നല്ലോ സഹോദരങ്ങളെ എന്നോർക്കുമ്പോൾ ആ പദം പ്രസിദ്ധിക്കുക, അതാണ് ഞങ്ങളെ ജീവിക്കുവാൻ. അടുത്ത ശ്രദ്ധിച്ചേ. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തോ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ. 3 കാര്യമാണ് പഠിക്കും. ഒന്ന്, this love has to be reciprocated. The faith has to be reciprocated. The love has to be reciprocated. Meaning, ദൈവ സഭ എന്ന് പറയുന്നത് മ്യൂച്വൽ എന്താ പറയുന്നത്, കെയറിങ്ങിലും മ്യൂച്വൽ ലവിലും ഒക്കെയാണ് സഭ വളരുന്നത്. മീനിങ് ഈ ഒരു ഫെലോഷിപ്പ് തന്നെ ഭയങ്കര മീനിങ് ഫുള്ളാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ബേബി ജോൺ ബ്രദർ പറയുകയായിരുന്നു, നമ്മുടെ ഒരു മീറ്റിംഗ് എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും മീറ്റിങ്ങൾ മുടങ്ങാതെ നടക്കുക എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം എത്ര തടസ്സം ഉണ്ടെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ, സോ ദാറ്റ് മീൻസ് വി ഹാവ് എ പ്ലേസ് ടു ഗോ. ആ കൂട്ടായ്മ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ എളുപ്പമല്ല. ദാറ്റ്സ് എ സ്ട്രഗിൾ. ഞാൻ മുമ്പേ പറഞ്ഞ പൈനിയേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഓക്കെ, പാരഡൈം മേക്കേഴ്സ്, പാരഡൈം ക്രിയേറ്റേഴ്സ്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് സംതിങ് അഫ്രഷ്. പക്ഷെങ്കിൽ അങ്ങനെ വില കൊടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അത് അനേകർക്ക് അനുഗ്രഹമായി മാറാനിടയായി തീരും. പൗലോസ് പറയുന്നു, അപ്പോൾ നിങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ജീവിക്കാൻ കാരണമായി തീർന്നു. അപ്പോൾ മ്യൂച്വൽ
റെസിപ്രോക്കേറ്റിംഗ് ലവ്, റെസിപ്രോക്കേറ്റിംഗ് ഫെയ്ത്ത്, ആൻഡ് ഒരാളുടെ വിശ്വാസം മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ പരസ്പരം ഈ സഹകരണവും ഈ ഫെയ്ത്തും ഈ ഫെലോഷിപ്പുമാണ് ഒരു പ്രസ്ഥാനത്തെ, പ്രവർത്തനത്തെ ഒക്കെ ബിൽഡപ്പ് ചെയ്ത് മുമ്പോട്ട്. അപ്പോൾ ഇന്ന് നാം ഇത് വായിക്കുമ്പോൾ ഈ 8-ാം വാക്യത്തിൽ നമുക്ക്, ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല, 8-ാം വാക്യത്തിൽ നമുക്ക് കിട്ടുന്ന മെസ്സേജ് ഇതാണ്: ഒരു സഭയുടെ നിലനിൽപ്പും വളർച്ചയും എന്ന് പറയുന്നത് ഇസ് എ മ്യൂച്വൽ റെസിപ്രോക്കേഷൻ ഓഫ് love, faith, fellowship, everything. Got the point? മനസ്സിലായില്ലേ? It's very very important. പരസ്പരം സ്നേഹിക്കുക, കൂട്ടായ്മ, ഭക്ഷണം കൊടുക്കുക, എടുക്കുക, വീടുകളിൽ സ്വീകരിക്കുക, ഇതൊക്കെ വലിയ പ്രാധാന്യമുള്ള കാരണമാണ്. 9 വരാം. 9-10 പെട്ടെന്ന് വായിക്കാമോ? സമയമില്ല. Yeah. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പൗലോസിന്റെ മിനിസ്ട്രിയുടെ പാറ്റേൺ ഞാൻ പറഞ്ഞു. ഗോയിങ് ടു ദ അൺനോൺ, preaching and starting a church, appointing leaders, visiting them over and again, sending letters. That's a pattern he followed all through his journey. ഇവിടെ നാം കാണുന്ന പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഒരു പാറ്റേൺ ഉണ്ട്. എന്തായിരുന്നു? ഒന്ന് എന്താ? ഓക്കെ, അല്ല, പാറ്റേൺ, പ്രയറിന്റെ പാറ്റേൺ ഞങ്ങൾ രാവും പകലും. അപ്പോൾ പൗലോസിന്റെ പ്രാർത്ഥന കണ്ടിന്യൂസ്, കൺസിസ്റ്റന്റ് പ്രയർ, പ്രാർത്ഥനയുടെ പാറ്റേൺ. പിന്നെ 2, താല്പര്യത്തോടെ, മീനിങ് അത് ആറ്റിറ്റ്യൂഡ് അല്ലേ, അതിന് നമുക്ക് ഇങ്ങനെ വേണേൽ പറയാം, അത് തൻ്റെ ഉത്സാഹം. ഓക്കെ, മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേറ്റഡ്. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വന്തം സെൽഫ് മോട്ടിവേറ്റഡ് ആയുള്ള ആളുകൾക്ക് മാത്രമേ പ്രയർ, കൺസിസ്റ്റന്റ് പ്രയർ ക്യാരി ഓൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രാർത്ഥന ഏറ്റവും വലിയ സ്ട്രഗിളുള്ള ഒരു ആത്മീക ആയുധമാണ്, യുദ്ധമാണ്, പോരാട്ടമാണ്. വി ഹാവ് ടു പേ പ്രൈസ് ഫോർ ഇറ്റ്. വി ഹാവ് ടു സെൽഫ് മോട്ടിവേറ്റഡ്. ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാരണം വി ഹാവ് ടു ബി സെൽഫ് മോട്ടിവേറ്റഡ്. ഒരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. ഒന്ന് പാറ്റേൺ, നമ്പർ 1 രാവും പകലും, സീസ്ലെസ് പ്രയർ, കണ്ടിന്യൂസ് ഓൺ ഗോയിങ് പ്രയർ. 2 വളരെ താല്പര്യത്തോടെ. 3 ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് വേണ്ടി. നോട്ട് ഫോർ ourselves but for others. 3 things. Number 1, ആർക്ക് വേണ്ടിയാണ് പൗലോസിന്റെ പാറ്റേൺ? 1, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. എങ്ങനെയുള്ള പ്രാർത്ഥന? ഫെർവന്റ്, കണ്ടിന്യൂസ് പ്രയർ. 3, ഉത്സാഹത്തോടെ, സെൽഫ് മോട്ടിവേറ്റഡ് പ്രയർ. ഇനി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? പെട്ടെന്ന് വായിക്കാം. 11, 12, 13 വാക്യങ്ങൾ. നാല് കൂട്ടം കാര്യങ്ങൾ പ്രാർത്ഥന, പ്രയർ പോയിന്റ്സ്. നമ്മൾ പ്രയർ പാറ്റേൺ കണ്ടു, ഇനി പ്രയർ പോയിന്റ്സ് വരിക. ഒന്ന്, നമ്മൾ ആ 10-ാം വാക്യത്തിൽ 1-ാമത്തെ പ്രയർ പോയിന്റ് കണ്ടു, വിശ്വാസത്തിന്റെ കുറവ്. ദാറ്റ്സ് 1 പ്രയർ പോയിന്റ്. സെക്കൻഡ് പ്രയർ പോയിന്റ് 12-ാം വാക്യത്തിലുണ്ട്, സ്നേഹം. കണ്ടില്ലേ? ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ. പ്രയർ നമ്പർ 2, പ്രയർ പോയിന്റ് നമ്പർ 2. 1 more, തേർഡ് വായിക്കാം. 3, പ്രത്യക്ഷതയുടെ പ്രത്യാശയിൽ ദൈവജനം നിലനിൽപ്പാൻ. കാരണം തെസ്സലോനിക്ക ലേഖനത്തിലാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് ആധികാരിക ലേഖനം കൊടുക്കുന്നത് അല്ലേ. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? കർത്താവിന്റെ ആ പ്രത്യാശയുടെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ. Then 4th point വായിക്കാം. മതി. 4 പ്രയർ പോയിന്റ്സ്. 1, വിശ്വാസത്തിന്റെ കുറവ് തീർക്കുക. 2, പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കുക. 3, പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. 4, വിശുദ്ധി. 4. അപ്പൊ പ്രയർ പാറ്റേൺ എന്തായിരുന്നു? മറ്റുള്ളവർക്ക് വേണ്ടി. 2, രാവും പകലും. 3, സെൽഫ് മോട്ടിവേറ്റഡ്, ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുക. പ്രയർ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? നമ്പർ 1, വിശ്വാസത്തിന്റെ കുറവ് തീർക്കുക, പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കുക, പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. 4, വിശുദ്ധിയായിട്ട് ജീവിക്കുക. സമയം പോയി, നിർത്തിയാണ്. ഇത്രത്തോളം നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവം സഹായിച്ചു. അടുത്ത ആഴ്ച തുടരുവാൻ ദൈവം കൃപ ഒരുക്കട്ടെ. പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം.